അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അവർക്കിതൊന്നും ഇഷ്ടമല്ല. അവർ പറയും, ഓ ഇങ്ങനെ കല്യാണം നടത്തിയ എന്താ പ്രശ്നം, പെണ്ണ് അങ്ങനെ വന്നാ എന്താ പ്രശ്നം, ആണ് ഇങ്ങനെ വന്നാ യുവമാർക്ക് എന്താ പ്രശ്നം, അവരെ പൈസ അല്ലേ. എടോ, ഇത് മതത്തിന്റെ അതിർവരമ്പുകൾക്കകത്ത് നിൽക്കുന്നവരോട് ഓരോ ആലിമും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, ഓരോ ഖത്തീബും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മതത്തിന്റെ അതിർവരമ്പിനകത്ത് നിൽക്കുന്നവരെ കാര്യമാണ്. നിങ്ങൾക്ക് അത്ര നിഗളിപ്പ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പള്ളിയോട് വന്ന് പറയും, എനിക്ക് പള്ളിയും പട്ടക്കാരും ദീനും ഒന്നും വേണ്ട, ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം എൻ്റെ തോന്നിയതുപോലെ പറയും, എനിക്കെതിരെ മുതലായി പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും, ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആണൊപ്പമുള്ളവൻ അങ്ങനെയാ ചെയ്യേണ്ടത്. എനിക്ക് പള്ളി വേണ്ട, എന്നെ മരിച്ചാൽ എൻ്റെ വീടിന്റെ ഫ്രണ്ട് അടക്കിക്കോളും, നിങ്ങളുടെ ഖബറുസ്ഥാനും വേണ്ട, പള്ളിയും വേണ്ട, നിങ്ങളുടെ ദീനും വേണ്ട. ഇത് മുസ്ലിയാരാണെന്ന് പറയുകയും ചെയ്യും. നിക്കാഹ് നടത്താൻ വലിയ ഖത്തീബും വേണം, പ്രസംഗം നടത്താൻ വലിയ പ്രഭാഷകനും വേണം, ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു തങ്ങളും വേണം. എന്നിട്ട് അവരെല്ലാം ഇറങ്ങി അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് അവന്റെ തോന്നിവാസവും. ഇതിന് നിന്നു കൊടുക്കുന്നവരല്ലേ ആദ്യം തല്ലേണ്ടത്.